എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട ഗുരുജനങ്ങൾ, നിങ്ങളോട് അല്പം സംസാരിക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ സർപ്പങ്ങളെയോ അല്ലെങ്കിൽ നാഗങ്ങളെയോ അല്ലെങ്കിൽ അതിഥികളെയോ ഒക്കെ കുറിച്ച് പറയാതെ ഒന്നും നിങ്ങളെ കാണിക്കാതെ പോകുന്നത് ശരിയായ നടപടിയല്ല. അപ്പോൾ നിങ്ങളൊക്കെ വാവാ സുരേഷ് നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും ഒരു വലിയ സംഭവം. ഒന്നുമല്ല. നിങ്ങളെല്ലാവരും ഭഗവാനെ മുഴുകി അല്ലെങ്കിൽ ഭഗവാനെയും ഭഗവതിയും മുഴുകിയിരിക്കുന്നൊരു ദിനമാണെന്ന്. പക്ഷെ നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ 50 വയസ്സ് പിന്നിടുന്ന ഒരാളാണ്. സർപ്പ സംരക്ഷണത്തിൽ 13 വയസ്സിൽ തുടങ്ങി 37 വർഷം പിന്നിട്ടു. കടികളിൽ ഈ കഴിഞ്ഞ ഡിസംബറിൽ ഒരു കടി കിട്ടിയതുൾപ്പെടെ, അത് നിങ്ങളാരും അറിഞ്ഞു കാണാൻ സാധ്യതയില്ല. കടി കിട്ടിയതുൾപ്പെടെ 16 പ്രാവശ്യം സീരിയസ് ആയി കിടക്കാനും 4 പ്രാവശ്യം വെന്റിലേറ്ററിൽ കിടക്കാനും മാത്രമേ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നിയത്, നിങ്ങളൊന്ന് ആലോചിച്ചു എന്ത് മനോഹരമായൊരു ദിനമാണെന്ന്. ഇന്ന് നമുക്കൊക്കെ ഈ ദിനം, ഈ രാത്രി നിങ്ങൾക്ക് സമ്മാനിച്ചത് ഈ ഉറക്കമൊഴിയാനുള്ള ഈ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടിരിക്കാനായി, അല്ലെങ്കിൽ നല്ല ഭർത്താവിനെ കിട്ടാനായി, നല്ല ഭർത്താവിന് ആരോഗ്യ സൗഖ്യം കിട്ടാനായി, ആ മകൾക്ക് നല്ല ഭർത്താവിനെ കിട്ടാനായി നിങ്ങളൊക്കെ ഉറക്കമൊഴിയുന്ന ഈ ദിനം നിങ്ങൾക്ക് സമ്മാനിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും പറയും ഭഗവാൻ എന്ന്. ഭഗവാൻ എന്നാരും പറയാറില്ല, ശിവൻ എന്ന് പറയും. ശിവൻ ഒരിക്കലും നമ്മളോടൊപ്പം പഠിച്ച ആളല്ല, നമ്മുടെ കൂട്ടുകാരനല്ല, ശിവഭഗവാൻ ആണെന്ന് നിങ്ങൾ പറയും. പക്ഷേ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ആ മന്ദര പർവ്വതത്തെ ചുറ്റി വരഞ്ഞ ആ ഒരു സർപ്പം അല്ലെങ്കിൽ അദ്ദേഹം ഛർദ്ദിച്ചു എന്ന് പറയപ്പെടുന്ന ആ വനം അദ്ദേഹം ഭഗവാൻ ശിവൻ അവരുടെ കൈകളിൽ ഏറ്റുവാങ്ങി. അദ്ദേഹം ലോകത്തിന് ആദ്യമായി തന്നൊരു മെസ്സേജാണത്. ആ സാധനം, ആ പാമ്പിൻ്റെ പല്ലിൽ നിന്ന് വന്ന ആ സാധനം തറയിൽ വീഴരുത്, അത് ശേഖരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം 2 കൈകൾ കൊണ്ട് 2 കൈക്കുമ്പിളിൽ അത് ഏറ്റുവാങ്ങിയത്. ലോകത്തിനുള്ളൊരു മെസ്സേജാണത്. രണ്ടാമത് അദ്ദേഹം എന്താ ചെയ്തത്, അന്ന് നമുക്ക് എന്താ പറയുക, ശവപ്പെട്ടികളില്ല. ശവപ്പെട്ടി എന്ന് പറയുമ്പോൾ ഫ്രീസറും ഫ്രിഡ്ജും ഇല്ല. അപ്പോൾ അദ്ദേഹം പിന്നെ ഈ വനത്തിനെ സൂക്ഷിക്കണം, സംരക്ഷിക്കണം. അപ്പോൾ അദ്ദേഹം ഉടനെ എന്ത് ചെയ്തു, അത് കുടിച്ചു കാണിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? അത് സേവ് ചെയ്യുക, അത് സൂക്ഷിക്കുക, അത് സംരക്ഷിക്കുക. ഇതാണ് എന്നെങ്കിലും ഒരിക്കൽ മാനവരാശി മാരകമായ അസുഖങ്ങളെ നേരിടുമ്പോൾ അതിൽ നിന്ന് മുക്തരാക്കാൻ കഴിവുള്ള ഔഷധമാണ് ഈ സർപ്പങ്ങളുടെ കണ്ണിൻ്റെ പുറകിൽ ആ കവിള് വീർത്തിരിക്കുന്ന ആ ഗ്ലാൻഡിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് അദ്ദേഹം നമുക്ക് നൽകിയത്. അപ്പോൾ എനിക്ക് തോന്നി, ഭഗവാൻ ശിവൻ അവരുടെ ഒരു ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ശിവൻ അവർക്ക് പാമ്പിൻ്റെ വനം കഴിക്കാമെങ്കിൽ എന്തുകൊണ്ട് വാവാ സുരേഷിന് കഴിച്ചുകൂടായിരുന്നു. അങ്ങനെ ഞാൻ അന്ന് 2006 രാജവെമ്പാലയുടെ വനം കഴിച്ചതുൾപ്പെടെ ഇന്ന് വെറും 919 പ്രാവശ്യം മാത്രമേ എനിക്ക് പാമ്പിൻ്റെ വനം കഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. അത്രയുമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ അമ്മമാരെ, ഞാൻ ആരാധിക്കുന്നത്, എന്താ പറയുക, ലോകത്ത് ഞാൻ വിശ്വസിക്കുന്നത്, ആരാധിക്കുന്നതും സർപ്പങ്ങളെ മാത്രമാണ്. കാരണം എന്താണെന്നറിയാമോ? ജീവൻ കൊടുക്കാനും ജീവൻ എടുക്കാനും കഴിവുള്ളവരാണ് ദൈവങ്ങൾ. ഇന്ന് പാമ്പിൻ്റെ അല്ലെങ്കിൽ ആ സർപ്പങ്ങളുടെ ഗ്ലാൻഡിലിരിക്കുന്ന വെനം കൊണ്ട് ഒരാളിനെ കടിച്ചു കൊല്ലാനും അതേ അതേ സാധനം കൊണ്ട് ആൻറ്റിവനം എന്ന് പറയുന്ന മരുന്നിൽ കൂടി ആ ആളിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും കഴിവുള്ള ഒരേ ഒരു ജീവിയെ ഭൂമിയിലുള്ളൂ, അത് പാമ്പുകൾ മാത്രമാണ്. അപ്പോൾ ജീവൻ എടുക്കാനും കൊടുക്കാനും കഴിവുള്ളവരാണ് ദൈവങ്ങൾ. അവരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്, കാണപ്പെട്ട ദൈവം. ഇപ്പം നമ്മുടെ നാട്ടിൽ കാണാൻ വേണ്ടി ഇപ്പം അമ്മമാരൊക്കെ ഇവിടെ ഉറക്കൊഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി ശിവരാത്രി കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിൻ്റെ പറമ്പിലെങ്ങാനോ വീട്ടിനകത്തെങ്ങാനോ ഒരു ചേരയെ കണ്ടാൽ അമ്മമാർ ചെയ്യുന്നൊരു വിനോദമുണ്ട്, മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഓടിപ്പോയി കലണ്ടറിൽ നോക്കും, അടുത്ത ആയില്യം എന്നാണെന്ന്. എന്തിനാണെന്ന് ഈ രോഗം ചെയ്തതിന് പാപം തീർക്കാനായി പാലും മഞ്ഞപ്പൊടിയും വാങ്ങിച്ചുകൊണ്ട് വരാൻ. എൻ്റെ അമ്മമാരെ, നിങ്ങൾ പാലും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അവിടെ ഇരിക്കുന്ന മൂർത്തി ജീവനും കൊണ്ട് ഇറങ്ങി ഓടും. കാരണം നിങ്ങൾ ഇന്ന് മിൽമ പാലുമായിട്ടാണ്, കവറ് പാലുമായിട്ടാണ് അമ്പലങ്ങളിലേക്ക് വരുന്നത്. ഈ കവറ് പാല് പിരിയാതിരിക്കാനുള്ള കെമിക്കലും ചേർത്താണ് നമ്മുടെ കടകളിലേക്ക് എത്തിക്കുന്നത്. അപ്പം നിങ്ങൾ ആ കവറ് പാലും കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വീഴുമ്പോൾ നിങ്ങൾക്കറിയാമോ, സർപ്പം എന്ന് പറയുന്നത് സംസ്കൃതമാണ്. അപ്പോൾ അവരുടെ ദേഹത്ത് തണുത്ത രക്തമാണ്. കെമിക്കലായി എന്തെങ്കിലും സാധനങ്ങൾ വീണാൽ പൊള്ളിപ്പോകും എന്നുള്ളത് മറന്നു പോയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒഴിക്കുന്ന പാല് കൊണ്ട് അത് അവർക്ക് അഭിഷേകം ചെയ്യുമ്പോൾ എനിക്കൊന്ന് കവറ് പാല് കൊണ്ടൊന്ന് അഭിഷേകം ചെയ്യുമ്പോൾ അതൊരു ദ്രോഹമായി പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്ന് ഇത്രയും അമ്മമാരെ ഞാൻ ആരാധിക്കുന്ന, ഞാൻ ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ വണങ്ങുന്ന എൻ്റെ സർപ്പങ്ങൾ വിചാരിച്ചിട്ട് ഒരു ദിവസം മഹാശിവരാത്രിയായി, ലോകമഹാശിവരാത്രിയായി നിങ്ങൾക്കൊക്കെ മുന്നിലേക്ക് എന്താ പറയുക, ഇങ്ങനൊരു ദിനത്തിന്, ഇങ്ങനത്തെ രാത്രിയെ നിങ്ങൾക്ക് സമർപ്പിക്കാൻ എൻ്റെ നാഗദൈവങ്ങൾക്ക് കഴിഞ്ഞു. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഞാൻ
ആത്മാർത്ഥമായിട്ട് ഞാൻ എൻ്റെ നാഗങ്ങളെ ഞാൻ പ്രണമിക്കുന്നു എന്നാണ്. ഇത് വളരെ സന്തോഷം. അതുപോലെ നിങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ ദൈവങ്ങളാണ് പാമ്പുകളെങ്കിലും ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പുകളില്ല എന്നുള്ളത് നിർഭാഗ്യമെന്ന് പറയട്ടെ. നമ്മുടെ കേരളത്തിൽ സർപ്പദംശനങ്ങൾ കൂടുന്നു, മരണങ്ങൾ കൂടുന്നു. പിന്നെ നല്ല ഭർത്താവായ ഭാര്യയെ പാമ്പിനെ കൊണ്ട് കടിച്ചു കൊല്ലിക്കുന്ന നമ്മുടെ നാടാണ് നമ്മുടെ കേരളമായി മാറിക്കൊണ്ടിരിക്കുന്നു. കൊല്ലത്ത് അഞ്ചലിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ആരാധിക്കുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ പല എന്താ പറയുക വൃത്തികെട്ട രീതികളിലേക്ക് ഇതിനെ സംരക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യേണ്ടത്, നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള വാട്സാപ്പ് മൊബൈലുകളുടെ ഫ്ലാഷ് നിങ്ങൾ ഓഫാക്കി വെക്കുക. 140 രൂപ കൊടുത്ത് ഒരു ടോർച്ച് വാങ്ങിക്കുക. ടോർച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിലുള്ള എന്തെങ്കിലും ഇടജന്തുക്കൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലൈറ്റ് തെളിയിക്കുമ്പോൾ കാണാൻ പറ്റും. നിങ്ങൾ ഈ മൊബൈലിൻ്റെ ഫ്ലാഷുമായിട്ട് നടക്കുന്നത് കൊണ്ടാണ് പാമ്പ് കടിയുടെ എണ്ണം കൂടുന്നത്. അത് ഒരു കാരണവശാലും നിങ്ങൾ നിസ്സാരമായിട്ട് കാണാതിരിക്കുക. ഏകദേശം 3 ലക്ഷത്തോളം കടികളാണ് ഈ 2024 നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 10 എന്താ പറയുക ഒരു വർഷത്തിൽ ഏകദേശം 100-100 മേലുള്ള ആൾക്കാർ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു. അപ്പോൾ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഇതൊരു എന്താ പറയുക ഇതൊരു ഒരു ഇത്രയും ഒരു മഹാശിവരാത്രി അല്ലെങ്കിൽ ചെങ്കൽ മഹാദേവ അല്ലെങ്കിൽ ദേവിയുടെ സാന്നിധ്യമുള്ള ശ്രീ പാർവതി പരമേശ്വര ക്ഷേത്രത്തിൽ ഇത്രയും വിശ്വാസികൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഒരിക്കലും നിങ്ങൾ എന്താ പറയുക പാമ്പുകളെ ഒരു വൃത്തികെട്ട ജീവിയെ ചിത്രീകരിക്കരുത്. പല സ്ഥലത്തും കാണാൻ കഴിയുന്നത് അയ്യോ പാമ്പ് എന്നാണ്. അയ്യോ പാമ്പെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. വിഷപ്പാമ്പുകളെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. പാമ്പുകൾക്ക് വിഷമെന്ന് പറയുന്ന സാധനമില്ല. വിഷമുള്ള ഒരേ ഒരു ജീവിയേ ഉള്ളൂ, അത് ചില വൃത്തികെട്ട മനുഷ്യന്മാർ മാത്രമാണെന്ന് നിങ്ങൾ ഓർക്കുക. കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം സ്വന്തം അമ്മയെ പോലും തലക്കടിച്ചു വന്ന മക്കളുള്ള കാലമാണ് നമ്മുടെ നാട്ടിൽ. സ്വന്തം സഹോദരിയെ തലക്കടിച്ചു കൊന്നു, സ്നേഹിക്കുന്ന പെണ്ണിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച പെണ്ണിനെ തലക്കടിച്ചു കൊന്ന ഒരു ചെറുപ്പക്കാരൻ്റെ നാടാണ് നമ്മുടെ നാട്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നിസ്സാരമായിട്ട് ഇന്നലെ 15 വർഷങ്ങൾക്ക് മുന്നേയുള്ള പക വീട്ടാനായി കടയ്ക്കാവൂർ ഒരു ചെറുപ്പക്കാരനെ കത്തിക്കൊണ്ട് കുത്തിക്കൊന്ന ആത്മാർത്ഥമായി സുഹൃത്തുക്കളുള്ള നാടാണ് നമ്മുടെ നാട്. പക്ഷേ നിങ്ങൾക്ക് പാമ്പുകളെ വിശ്വസിക്കാം, ചവിട്ടിയാൽ മാത്രമേ കടിക്കൂ. ഒരിക്കലും നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ കല്ലുകൊണ്ടിടാൻ വരികയില്ല എന്ന് നിങ്ങൾ ഓർക്കുക. നിങ്ങൾ നോക്കൂ, നമ്മളുടെ പെമ്മക്കളൊക്കെ നടന്നു പോകുമ്പോൾ പല അർത്ഥം വെച്ച് നോക്കുന്ന ചില വ്യക്തികൾ, പല രീതിയിൽ നോക്കുന്ന വ്യക്തികൾ, നാവ് കൊണ്ട് എന്താ പറയുക നടത്തുകളെ വർണ്ണിക്കുന്ന വ്യക്തികൾ, അങ്ങനെയൊന്നുമില്ലാത്ത ഒരേ ഒരു ജീവിയേ ഉള്ളൂ ഭൂമിയിൽ. എനിക്ക് തോന്നിയത് ഇന്ന് എന്താ പറയുക ലോകമക ഗുരുവായ ഗുരുദേവന്റെ ആശയം ഇന്ന് ഭൂമിയിൽ നടപ്പിലാക്കാൻ കഴിവുള്ള ഒരേ ഒരു ജീവിയേ ഉള്ളൂ. അത് ഞാൻ ആരാധിക്കുന്ന എൻ്റെ പാമ്പുകൾ മാത്രമാണ്. പലരും മയക്ക് കിട്ടുമ്പോൾ പറയും, പല രാഷ്ട്രീയ പാർട്ടികളും പറയും എനിക്ക് ഒരു ജാതി ഒരു മതം ഒരു ദൈവം. ഇതൊക്കെ ചുമ്മാ മയക്ക് കിട്ടുമ്പോൾ മാത്രം പറയാനേ കഴിയുകയുള്ളൂ. പക്ഷെ ഭൂമിയിൽ നടപ്പിലാക്കാൻ കഴിവുള്ള ഒരേ ഒരു ജീവിയേ ഉള്ളൂ, അത് പാമ്പുകൾ മാത്രമാണ്. അവർക്ക് കാഴ്ചയില്ല, വെളുത്തവനെന്നോ കറുത്തവനെന്നോ ചുവന്നവനെന്നോ ഒന്നുമില്ല. പാമ്പുകൾക്ക് കേൾവിയില്ല. ശൂളമടിച്ചാലോ പൂക്കി വിളിച്ചാലോ പാമ്പുകൾ കേൾക്കാൻ പോകുന്നില്ല. പിന്നെ നമുക്ക് എന്താ പറയുക, ചില അമ്മമാർ രാത്രി കാലങ്ങളിൽ ആൺകുട്ടികൾ ശൂളമടിച്ചാൽ പറയും, എടാ ചെറുക്ക ശൂളമടിക്കല്ലേ, ഇപ്പൊ പാമ്പ് കയറി വരുമെന്ന്. അനാവശ്യമായി നമ്മുടെ വീട്ടിനകത്തേക്ക് രാത്രി കാലങ്ങളിൽ കയറി വരുന്ന ഒരേ ഒരെണ്ണം പാമ്പ് മാത്രമേ ഉള്ളൂ. ആ പാമ്പുകൾക്ക് ചില ദിവസം ഉടുമുണ്ട് കഷത്തിരിക്കും എന്നുള്ളൊരു പ്രത്യേകത മാത്രമാണുള്ളത്. ചില ദിവസം ഉടുമുണ്ട് തലയിലിരിക്കും എന്നുള്ളൊരു പ്രത്യേകതയാണുള്ളത്. പിന്നെ ഞാൻ സഞ്ചരിക്കുമ്പോൾ റോഡിൻ്റെ സൈഡിൽ കമന്ന് കടന്ന് പുല്ല് പറിക്കുന്ന പാമ്പുകൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ പാമ്പ്. പിന്നെ സന്ധ്യ സമയമാകുമ്പോൾ നമ്മുടെ വീട്ടിനകത്ത് ഒരു ചീനിക്കട്ടിൻ്റെ മണം പറമ്പിൽ അനുഭവപ്പെട്ടാൽ ഉടനെ അമ്മമാർ പറയും, പാമ്പ് വന്ന് വായ പൊളിച്ചിരിക്കുന്നു. ശരിയാണ്, നമ്മുടെ കേരളത്തിലെ പാമ്പുകളെല്ലാം വാച്ച് കെട്ടിയിരിക്കുകയാണ്. കൃത്യം 6 മണിയാകുമ്പോൾ ഒന്ന് വായും പൊളിച്ചിരിക്കാനായി. എൻ്റെ അമ്മമാർ അത് പാമ്പിൻ്റെ മണമൊന്നുമല്ല, ഇന്ന് വായിൽ കൂടി മണം പുറത്തേക്ക് വിടാൻ കഴിവുള്ള ഒരേ ഒരു ജീവിയേ ഉള്ളൂ. അതിവിടെ ഇരിക്കുന്ന കല്യാണം കഴിഞ്ഞ അമ്മമാർ വീട്ടിൽ പോയിട്ടൊന്ന് പരീക്ഷിക്കുക. ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അടുപ്പിച്ച് 3 ദിവസം പല്ല് തേക്കാതിരിക്കുക. 4-ാം ദിവസം എണീറ്റിട്ട് ചേട്ടൻ്റെ മൂക്കിൻ്റെ അടുത്ത് നിങ്ങളുടെ വായ കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ ചോദിക്കണം, ചേട്ടാ അപ്പോഴേക്കും ചേട്ടൻ്റെ ബോധവും പൊക്കണവും എല്ലാം പോവും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും വായിൽ കൂടി മണം പുറത്തേക്ക് കൂടുന്ന ജീവി മനുഷ്യന്മാർ മാത്രമാണെന്ന് മറന്നു പോകാതിരിക്കുക. ഞാൻ ലോകത്ത് വിശ്വസിക്കുന്നത് എൻ്റെ പാമ്പുകൾ മാത്രം. കാഴ്ചയില്ലാത്ത, കേൾവിയില്ലാത്ത, ഓർമ്മയില്ലാത്ത, മൂക്കുകൊണ്ട് സ്മെല്ലെടുക്കാൻ കഴിയാത്ത, കയ്യും കാലും ഇല്ലാത്ത, ചവച്ചരയ്ക്കാൻ കഴിയാത്ത ജീവികൾ. ഇതാണോ നിങ്ങളൊക്കെ പറയുന്ന ഭീകരതയുള്ള ജീവി?
നിങ്ങളൊരു കാര്യം എപ്പോഴും ചില ആൾക്കാർ പറയുന്നത് പാമ്പിനെ എറിഞ്ഞാൽ ആ പാമ്പ് അപ്പോഴും തന്നെ എറിഞ്ഞവൻ്റെ ഫോട്ടോയും എടുത്തുകൊണ്ട് പോയിട്ട് അടുത്ത ദിവസം എറിഞ്ഞവൻ അതിലേക്കൂടെ പോകുമ്പോൾ എടാ നില്ലടാ എന്നും പറഞ്ഞ് അവനെ വന്ന് കടിക്കുമെന്നൊക്കെയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ പ്രിയ ഗുരുജനങ്ങളെ, മനസ്സിൽ പക കൊണ്ട് നടന്ന് പതിയിരുന്ന് രാത്രിയുടെ മറവിൽ വാളും കുറുപടിയും കണ്ട കോടാലിയുമായിട്ട് ആക്രമിക്കുന്ന ഒരേ ഒരു ജീവിയേ ഉള്ളൂ. അത് ചില വൃത്തികെട്ട മനുഷ്യന്മാർ മാത്രമാണെന്ന് നിങ്ങൾ മറന്നു പോകാതിരിക്കുക. ഇന്ന് എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരേ ഒരു എന്താ പറയുക, നിങ്ങൾക്കറിയാം ഇപ്പൊ പാമ്പുകളെ വേദിയിൽ കാണിക്കുന്നതിന് പരിമിതികളുണ്ട്. ഇപ്പൊ നമ്മുടെ ഭാരതത്തിലെ പാമ്പുകൾ അല്ലെങ്കിൽ കേരളത്തിലെ പാമ്പുകളൊന്നും കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്താ ചെയ്യുക, എല്ലാവരും ഇപ്പോൾ വിദേശ ഇനം പാമ്പുകളെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും മറ്റ് അന്റാർട്ടിക്കയിൽ നിന്നൊക്കെ പാമ്പുകളെ കൊണ്ടുവന്ന് ഇവിടെ പെറ്റ് ഷോപ്പുകളിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാനുള്ള പെർമിഷൻ നമുക്കുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും അങ്ങാടി ഈ പെറ്റ് ഷോപ്പുകളിൽ പാമ്പുകളെ വളർത്തി വീടുകളിലേക്ക് കൊടുത്ത് വീടുകാർ വാങ്ങിച്ച് വളർത്തി കുട്ടികളെല്ലാം തോളിലൊക്കെ ഇട്ട് ഫോട്ടോയൊക്കെ എടുത്ത് പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഞാനൊരു കുഞ്ഞു പാമ്പിനെ, നിങ്ങൾക്കറിയാം, ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പാമ്പ് അല്ലെങ്കിൽ ഒരു സർപ്പം അല്ലെങ്കിൽ ഒരു നാഗം അദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുമ്പോൾ സത്യം പറഞ്ഞാൽ ആ പാമ്പ് അതിഥിക്ക് നമ്മുടെ ഭാഷ അറിയില്ല. ഒന്ന്, രണ്ടാമത് അത് മലയാളം, തമിഴ്, തെലുങ്ക് സിനിമകളിൽ ഒരു 8-10 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിനെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എന്തായാലും പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഒരിക്കലും അയ്യേ എന്നോ അയ്യോ എന്നോ പറയരുത്. കാരണം അയ്യോ എന്നോ അയ്യേ എന്ന് പറഞ്ഞാലും, അയ്യേ എന്നാൽ വൃത്തികെട്ട വാക്കും, അയ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഭീതി, ഭയം ഉണ്ടാവുകയും ചെയ്യും. ഒരിക്കലും അത് പാടില്ല. നിങ്ങൾ എന്തായാലും ഭയമില്ലാതെ നല്ല 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 എന്താ പറയുക സമാധാനത്തോടെ അല്ലെങ്കിൽ എന്താ പറയുക വളരെ തന്മയത്വത്തോടുകൂടി അല്ലെങ്കിൽ വളരെ പക്വതയോടുകൂടി അതിനെ ഒന്ന് കാണണം. അതിനെ ഒരു കാരണവശാലും ഭയത്തോടുകൂടി കാണരുത്. എന്തായാലും നമ്മുടെ സ്വാമിജി ഇവിടെയൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ സ്വാമിജിയുടെ കഴുത്തിലിട്ട് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും സ്വാമിജി ഇവിടെയൊന്നും ഇല്ല. എന്നാൽ നമുക്ക് കാണാം ഒരു ചെറിയ അതിഥിയെ. ഇത് അത്ര വലുതൊന്നും അല്ല, ഒരു ചെറിയ അതിഥിയാണ്. സൗത്ത് ആഫ്രിക്കയിൽ ജന്മം കൊണ്ട് എന്താ പറയുക നിർഭാഗ്യവശാൽ നമ്മുടെ ഭാരതത്തിൽ എത്തിയിട്ട് 6 വർഷം കഴിയുന്ന അല്ലെങ്കിൽ 7 വർഷം കഴിയുന്ന ഒരു അതിഥിയാണ്. അദ്ദേഹത്തിന് മലയാളം അറിയില്ല. അവിടുത്തെ സൗത്ത് ആഫ്രിക്കയിലെ ഭാഷ മാത്രമേ അറിയാവൂ. പിന്നെ കന്നഡയും എന്താ പറയുക തെലുങ്കും തമിഴും നന്നായിട്ട് അറിയാം. ഇത് നിങ്ങൾ നോക്കൂ, ഇതൊരു ചെറിയ പാമ്പാണ്. നിങ്ങൾക്ക് ഇവിടെ കടകളിലൊക്കെ പോയാൽ വാങ്ങാൻ കിട്ടുന്ന അല്ലെങ്കിൽ വളർത്താൻ പറ്റുന്ന ഒരു സാധനം. പക്ഷെ നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു പാമ്പുണ്ട്, പാമ്പ് വൃത്തികെട്ട ജീവിയാണെന്ന്. ഞാൻ ഒരിക്കലും അങ്ങനെ കാണുന്നില്ല. ഞാൻ എപ്പോഴും കാണുന്നത് ഞാനൊരിക്കലും ഈ പാമ്പ് വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ സർപ്പങ്ങൾ, നാഗങ്ങൾ ഒരിക്കലും ഞാനൊരു വൃത്തികെട്ട ജീവിയായിട്ട് കാണാറില്ല. കാരണം അവർ എന്താ പറയുക, കുളിക്കാതെ ഡ്രസ്സ് മാറുന്ന ഒരേ ഒരു ജീവിയേ ഉള്ളൂ, അത് പാമ്പുകൾ മാത്രമാണ്. ചട്ട പൊഴിച്ച് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ജീവികൾ പാമ്പ് മാത്രം. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന പലരെയും കണ്ടു കഴിഞ്ഞാൽ പുറത്തുനിന്ന് അല്ല ഈ അമ്പലത്തിൽ വരുമ്പോൾ തന്നെ ഒരു 100-300 രൂപയുടെ ചിലവാക്കിയിട്ട് മാത്രമേ ഇവിടെ വരാൻ പറ്റുള്ളൂ. ആദ്യം നമുക്ക് പാരൽ ലൗലി ഇടണം, പിന്നെ അതിൻ്റെ മുന്നിൽ വേറെ പുട്ടി ഇടണം, പിന്നെ അതിൻ്റെ മേളിൽ സൈൻ പേപ്പർ കൊണ്ട് തേച്ച് വരച്ച് റെഡിയാക്കണം, എന്നിട്ട് അതിൻ്റെ പുറത്ത് വേറെ എന്തെങ്കിലും മെഴുകൂടി വാങ്ങിയിട്ടിട്ടൊക്കെയാണ് നമ്മളോട് വരുന്നത്. പക്ഷേ എനിക്ക് ലോകത്ത് എൻ്റെ വിശ്വാസത്തിൽ ലോകത്ത് സൗന്ദര്യമുള്ള ഒരേപോലെ സൗന്ദര്യം നിലനിൽക്കുന്ന 2 ജീവികൾ മാത്രമേ ഉള്ളൂ. അന്ന് പാമ്പുകൾ, കുളിക്കാതെ ഡ്രസ്സ് മാറുന്ന ജീവി. പിന്നെ ഞാൻ ജനിച്ചപ്പോഴേ ഈ കളർ എന്നെ മാറുന്നില്ല. ഞാൻ എത്രയൊക്കെ ഞാൻ ഇന്നാൾ 1 വർഷം ഞാൻ സ്ഥിരമായിട്ട് പാരൽ ലൗലി വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അത് കഴിച്ചിട്ടും എനിക്ക് വെളുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു 10-50 ബോട്ടിൽ പാരൽ ലൗലി ഞാൻ വാങ്ങിച്ച് കഴിച്ചു, നന്നായിട്ട് കഴിച്ചു, എന്നിട്ടും വെളുത്തില്ല. കുടുംബം വെളുത്തതല്ലാതെ ഞാൻ വെളുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരിക്കലും നമ്മുടെ വിശ്വാസങ്ങളിൽ പാലാഴി മദന സമയത്ത് കുംഭത്തിൽ പൊങ്ങി വന്നതല്ല അമൃത്. ഏറ്റവും നല്ല അമൃത് എന്ന് പറയുന്നത് സ്നേക്ക് വെനമാണ്, പാമ്പിൻ്റെ ഔഷധമാണ്. നിങ്ങൾ വിഷപ്പാമ്പ് എന്ന് പറഞ്ഞ് പഠിക്കരുത്. കഴിയുമെങ്കിൽ നിങ്ങളുടെ പറമ്പിൽ ഒരു ചേരയോ നീർക്കോലിയോ പെരുമ്പാമ്പിനെ ഒന്നും കണ്ടാൽ അതിനെ പിടിച്ച് മാറ്റാതിരിക്കുക. നിങ്ങൾ അതിനെ മാറ്റുമ്പോൾ നിങ്ങൾ പ്രകൃതിയെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഈ പാമ്പ് വർഗ്ഗങ്ങളെ നിങ്ങളെ പരിസരത്ത് നിന്ന് ഇല്ലാതാക്കുമ്പോൾ അത് അടുത്ത തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് മാരകമായ അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകാതിരിക്കുക. അപ്പോൾ എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ അയ്യോ പാമ്പ് എന്ന് പറയരുത്, അല്ലെങ്കിൽ പാവം അല്ലെങ്കിൽ എന്താ പറയുക വൃത്തികെട്ട രീതിയിൽ പാമ്പെന്ന് പറയാതിരിക്കുക. നിങ്ങൾ എല്ലാവരും ഇന്ന് രാത്രിയൊക്കെ നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ പരമാവധി നിങ്ങൾ നാളെ തൊട്ട് വീടിൻ്റെ വാതിലുകൾ തുറന്നിട്ട് കഥ പറഞ്ഞിരിക്കരുത്. അതുപോലെ തന്നെ ജനലൊക്കെ തുറന്നിട്ടിട്ട് നിങ്ങൾ ഒരു കാരണവശാലും അടുത്ത് വിറവൊന്നുമാരി അടുക്കി വെക്കരുത്.
കൊടുക്കരുത്. അതിലുപരി നിങ്ങൾ ചിലപ്പോൾ ചൂടായതുകൊണ്ട് ചിലർ ജനലിനോട് ചേർന്ന് കട്ടിലിട്ടിട്ട് ജനൽ തുറന്നിട്ട് കിടക്കാൻ സാധ്യത കൂടുതലാണ്. അത് പാടില്ല. നിർബന്ധമായിട്ട് ഒരടിയോളം അകലത്തിൽ ജനൽ തുറന്നിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഒരു അടിയോളം അകലത്തിൽ കട്ടിലിട്ട് മാത്രമേ കിടക്കാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ നിങ്ങൾ വിറവൊക്കെ വയ്ക്കുമ്പോൾ അതിൽ കൂടി ജനലിൽ കൂടി വരുന്ന പാമ്പിന് നിങ്ങളുടെ കട്ടിലേക്ക് വരാനും നിങ്ങൾക്ക് കടിയേൽക്കാനും മരണത്തിലേക്ക് പോകാനും സാധ്യത കൂടുതൽ. അങ്ങനെ ഏകദേശം 13 കേസുകളാണ് 2024 കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ചൂട് സമയത്ത് നിങ്ങൾ അമ്മമാർ ഒരു കാരണവശാലും താഴത്ത് കിടക്കുമ്പോൾ ചുവരോട് ചേർന്ന് ഒരിക്കലും പായ് വിരിച്ച് കിടക്കരുത്. അഥവാ വീട്ടിനകത്ത് കയറി വരുന്ന പാമ്പുകൾ 99.4% സഞ്ചരിക്കുന്നത് ചുവരോട് ചേർന്നാണ്. അപ്പോൾ നിങ്ങൾ പായ് വിരിച്ച് കിടക്കുമ്പോൾ നിങ്ങൾ ചുവരോട് ചേർന്ന് കിടക്കുമ്പോൾ നിങ്ങളുടെ കൈയുടെയോ കാലിൻ്റെയോ ചൂട് കിട്ടുമ്പോൾ ആ ചൂടിലേക്ക് അവൻ്റെ ഭക്ഷണമാണെന്ന് പറഞ്ഞ് അവന് കടിക്കാൻ സാധ്യത കൂടുതലാണെന്ന് നിങ്ങൾ ഓർക്കണം. ഒരു കാരണവശാലും നിങ്ങൾ ഇതൊന്നും കാണിക്കരുത്. മണ്ടത്തരമാണ്. പാമ്പ് കടിയേറ്റാൽ വൈദ്യന്മാരുടെ അടുത്ത് പോകാതിരിക്കുക. എത്രയും പെട്ടെന്ന് ആന്റിവെനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റലുകളിൽ ഏഷ്യയിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലായി എടുത്തിരിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. എന്നാൽ നിങ്ങളുടെ നെയ്യാറ്റിങ്കര താലൂക്ക് ഹോസ്പിറ്റലിലും ആന്റിവെനം ഉണ്ട്. ഒരു കാരണവശാലും വൈദ്യന്മാരുടെ അടുത്ത് പോകരുത്. എത്രയും പെട്ടെന്ന് ആന്റിവെനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക. അറിയാം, ഒരുപാട് പ്രകൃതിക്ഷോഭങ്ങൾ നേരിട്ടൊരു നാടാണ് നമ്മുടേത്. ഓഖിയും കൊറോണയും അതുപോലെ എന്താ പറയുക നിപ്പയും ഒക്കെ എല്ലാം നേരിട്ട നാടാണ് നമ്മുടേത്. ഇനി വരുന്ന നാളുകളിൽ ലോക സമസ്ത സുഖനൗ ഭവന്തു. ലോകത്തൊരിടത്തും നമ്മുടെ നാടെന്ന് മാത്രമല്ല ലോകത്തൊരിടത്തും ഒരു കഷ്ടതയും ഉണ്ടാവാതിരിക്കട്ടെ, ഒരു പ്രളയം ഉണ്ടാവാതിരിക്കട്ടെ, ഒരു കൊടുങ്കാറ്റ് ഉണ്ടാവാതിരിക്കട്ടെ, ഒരു അഗ്നി. ഇപ്പൊ നമുക്കറിയാം, അമേരിക്കയെ വിഴുങ്ങിയ ഒരു തീ ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നും ലോകത്തൊരിടത്തും ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരും ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി ഒരുപോലെ ജീവിക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ. അതുപോലെ ഇവിടെ പ്രാർത്ഥിക്കാനായി എത്തിയ, അല്ലെങ്കിൽ നമ്മുടെ ചെങ്കൽ ശ്രീ പരമേശ്വര പാർവതി ക്ഷേത്രത്തിൽ മോക്ഷം നേടിയെത്തിയ, അല്ലെങ്കിൽ എന്താ പറയുക കഷ്ടതകൾ മാറാനായി എത്തിയ എല്ലാവർക്കും, അവരുടെ കുടുംബാംഗങ്ങൾക്കും, വീട്ടിൽ കിടന്നുറങ്ങുന്നവർക്കും, വീട്ടിൽ രോഗിയായിരിക്കുന്നവർക്കും കിടക്കുന്നവർക്കും ഒക്കെ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ദിനം, ലോക മഹാശിവരാത്രിക്ക് എല്ലാവിധ ഭാവുകങ്ങളും, ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയുടെ നാളുകൾ, നന്മയുടെ നിമിഷം, നന്മയുടെ മണിക്കൂർ, നന്മയുടെ ദിവസം, നന്മയുടെ ആഴ്ച, നന്മയുടെ മാസം, നന്മയുടെ വർഷം അഥവാ നല്ല കാലം നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു രാത്രി. ഇന്ന് നിങ്ങൾ ഉറങ്ങാത്തതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ആർക്കും ഒരു ശുഭരാത്രി നേർന്നില്ല. നാളെ രാത്രി സന്ധ്യാദീപം കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ഒരു രാത്രി, നല്ല ഒരു ഉറക്കം നേർന്നുകൊണ്ട് വിടവാങ്ങുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദിയും നമസ്കാരം അറിയിക്കുന്നു.